ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പോൾ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും വളരെ ഹാപ്പിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഉള്ള ഭാഗങ്ങളിൽ പോകുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ചന്ദ്രയുടെ മാറ്റമാണ്. ശ്രുതിക്കും നീലിമ കൊടുത്ത പണം അത് ആ വീട്ടിൽ ആരും അറിയാതെ തന്നെ ഇവരുടെ ബിസിനസ്സിലേക്ക് ചെലവഴിക്കുക മാത്രമല്ല, ആ ഒരു ബിസിനസ് തുടങ്ങിയത് തൻ്റെ അച്ഛൻ്റെ പണം കൊണ്ടാണെന്ന് ശ്രുതി നുണയും കൂടെ പറഞ്ഞു. ആ ഒരു സത്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ അറിയുന്ന സമയത്ത് തൻ്റെ തലയിൽ കയറ്റി വെച്ചിരുന്ന മരുമകൾ തന്നെ തറയിൽ അടിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു ദേഷ്യത്തിലാണ് ചന്ദ്ര ശ്രുതിയോട് ഇപ്പോൾ ഉള്ളതല്ലേ. ആ ഒരു ദേഷ്യത്തിലാണ് ചന്ദ്ര ശ്രുതിയോട് ഇതേ രീതിയിൽ തന്നെ പെരുമാറുന്നതും. എന്തായാലും ഒന്ന് കഴിഞ്ഞാലും ഒന്നിന് വളമാവുകയുള്ളൂ എന്ന രീതിക്ക് ശ്രുതിയോടുള്ള ദേഷ്യം നമ്മുടെ രേവതിയോടുള്ള സ്നേഹമായി മാറുകയാണല്ലേ. രേവതിനെ യാതൊരുവിധ പണി എടുപ്പിക്കാതെ അതും തന്നെ രേവതിയുടെ പൂക്കൾ കെട്ടാനും അതുപോലെ തന്നെ TV കാണാനും എല്ലാം തന്നെ ചന്ദ്ര അനുവദിക്കുന്നുണ്ടല്ലേ. എന്നാൽ ശ്രുതിയുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. ശ്രുതി അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. മാത്രമല്ല ശ്രുതിയെയും കൂടെ കൊണ്ടൊന്ന് സംസാരിക്കാൻ പോലും ചന്ദ്ര സമ്മതിക്കുന്നില്ല. ഇതേ രീതിയിൽ പോകുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ എപ്പിസോഡ് അതെല്ലാം തന്നെ തകിടം മറിഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ചന്ദ്ര ഇരുവരോടായിട്ട് ക്ഷമിക്കുന്നുണ്ട്. അതിന് കാരണവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും ശ്രുതിയെയും അകറ്റിക്കൊണ്ടിരുന്ന ഒരു പക്ഷേ തൻ്റെ തൻ്റെ മകനെ ഉപേക്ഷിച്ച് ഇനി മലേഷ്യയിലേക്ക് എങ്ങാനും പോയി കഴിഞ്ഞാൽ അവൻ വീണ്ടും പഴയപടി തന്നെയാവും. ശ്രുതിയിലൂടെ തൻ്റെ മകനിലേക്ക് എത്തേണ്ട കോടികളുടെ സ്വത്തുക്കളെല്ലാം തന്നെ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകുമെന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെയാണ് ശ്രുതിയോടായിട്ട് ചന്ദ്ര ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഒരു കള്ളത്തരങ്ങളെല്ലാം തന്നെ കള്ളമാണെന്ന് ശ്രുതിയെ പോലെ തന്നെ നമുക്കും അറിയാലേ. എന്തായാലും ഈ സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതായിരിക്കും. അതിന് മുന്നേ തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഇടയിലായിട്ട് ഒരു പിണക്കത്തിന്റെ ഭാഗം വരാനുണ്ട് കേട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രേവതിക്ക് മദ്യപിക്കുന്ന കാര്യം തീരെ ഇഷ്ടമല്ലേ. സച്ചിയാണെങ്കിൽ രേവതിക്ക് വേണ്ടി അത് മനഃപൂർവ്വം തന്നെ മാറ്റി വെക്കുന്നുണ്ട് താനും. എന്നാൽ സുഹൃത്തുക്കൾക്കിടയിൽ നിന്ന് ഒരാൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് സച്ചിക്കയോട് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് അവസാനത്തെ നാളാണ് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നീ മദ്യപിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി ആദ്യം മടിച്ചു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹേഷ് പറയുകയാണ്, സച്ചി ഇവനിനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞുള്ള തിരികെ വരികയുള്ളൂ, ഇവൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കേണ്ടതാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി വേഗം രേവതിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ രേവതി അമ്പിനും വില്ലിലും അടുക്കുന്നില്ല. എന്നാൽ രേവതി മറുത്താണ് പറയുന്നത് അറിയാതെ തന്നെ സച്ചി ഇവിടെ കിടന്ന് അഭിനയിക്കുക. സച്ചി ഇത് നല്ല നൈസായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് രേവതി അവിടെ നിന്ന് ഇഷ്ടമല്ലാത്ത രീതിക്ക് പറയുന്ന മറുപടികളെല്ലാം തന്നെ സച്ചി ഇവിടെ നിനക്ക് കുഴപ്പമില്ലല്ലോ, എന്നാൽ ശരി രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തതിന് ശേഷം മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ രേവതിക്ക് തീരെ അങ്ങ് പിടിക്കുന്നത്. രേവതി ഒരുപാട് സച്ചിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെ മദ്യപിച്ച് കൂട്ടുകൂടുന്ന സുഹൃത്തുക്കളുമായിട്ടുള്ള കമ്പനിയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എന്തും പറഞ്ഞു രേവതി, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സ്വത്താണ്, അവരെപ്പറ്റി അനാവശ്യമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് തന്നെ നീ എന്നോട് സോറി പറയണം എന്നൊക്കെ പറയുമ്പോൾ രേവതി താൻ ഒരിക്കലും സോറി പറയുകയില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് സച്ചിയേട്ടൻ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ എന്നോട് സോറി പറയാൻ ഞാൻ നിന്നോട് മിണ്ടുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ലേണയും പായൊക്കെ എടുത്തിട്ട് അവിടെ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അത് അച്ഛമ്മ വന്നതിന് ശേഷം ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.